ഫ്രണ്ട്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പറ്റിയുള്ള ഒരു ബേസിക് വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ബേസിക്കിൽ നിന്ന് അഡ്വാൻസിലോട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഡെസ്ക്ടോപ്പ് മാത്രമല്ല, ലാപ്ടോപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ രീതിയിലുള്ള റിപ്പയറിങ്ങിനെ പറ്റിയുള്ള ക്ലാസ്സസും ഉണ്ടാവും. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡെസ്ക്ടോപ്പ് മദർ ബോർഡിൽ എന്തൊക്കെ സെക്ഷൻസ് ഉണ്ടാവും, ഏതൊക്കെ ICs ഉണ്ടാവും, ആ ICsൊക്കെ ഏതൊക്കെ സെക്ഷനെ കവർ ചെയ്യും, ഏതൊക്കെ സെക്ഷൻസിന് കണക്റ്റഡ് ആണ് എന്ന രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു ഡെസ്ക്ടോപ്പ് മദർ ബോർഡിൽ ഇല്ലെങ്കിൽ ഒരു സിസ്റ്റം കമ്പ്യൂട്ടറിലായാലും മദർ ബോർഡിൽ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോസസ്സറാണ് ചെയ്യുന്നത്. അപ്പം CPU എന്ന് പറഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഈ പ്രോസസ്സറാണ് മെയിൻ IC. അത് കഴിഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് ICs ഉണ്ടാവും. അതിനെ ചിപ്പ് സെറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ആക്ച്വലി ഇത് രണ്ട് IC ഇപ്പോൾ ഇത് വരുന്നത് ഇപ്പോഴത്തെ മോഡേൺ ഡെസ്ക്ടോപ്പിലെല്ലാം സിംഗിളായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഇത് രണ്ട് ചിപ്പ് സെറ്റിനെ എടുത്തേക്കുന്നേ ഉള്ളൂ. അപ്പം ഒരു മെയിനായിട്ടുള്ള ഒരു ചിപ്പ് സെറ്റ് ഒന്ന് നോർത്ത് ബ്രിഡ്ജ്, അതില്ലെങ്കിൽ GMCH എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സൗത്ത് ബ്രിഡ്ജ് IC, അതിനെ IO കൺട്രോളർ ഹബ്ബ് എന്നും പറയും. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഒരു സിസ്റ്റം മദർ ബോർഡിനെ പ്രോസസ്സർ മുകളിൽ വരുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രോസസ്സറിന് തൊട്ടടുത്തിരിക്കുന്ന, അതായത് നോർത്ത് സൈഡിലിരിക്കുന്നതാണ് നോർത്ത് ബ്രിഡ്ജ് IC എന്ന് പറയുന്നത്. പിന്നെ തൊട്ട് താഴെ സൗത്ത് സൈഡിലിരിക്കുന്നതാണ് സൗത്ത് ബ്രിഡ്ജ് IC എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ആ ICയുടെ ആ പൊസിഷനെ വെച്ചിട്ടാണ് നോർത്ത് ബ്രിഡ്ജ് ICയും സൗത്ത് ബ്രിഡ്ജ് ICയും എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ടെക്നിക്കലി വേർഡ് വന്നിട്ട് നോർത്ത് ബ്രിഡ്ജിൻ്റെ വന്നിട്ട് ഗ്രാഫിക്സ് മെമ്മറി കൺട്രോളർ ഹബ് എന്നാണ് ഈ നോർത്ത് ബ്രിഡ്ജ് ICനെ പറയുന്നത്, ടെക്നിക്കൽ വേർഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൗത്ത് ബ്രിഡ്ജ് ICനെ വന്നിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോളർ ഹബ്ബ് IC എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ നോർത്ത് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർത്ത് ബ്രിഡ്ജ് ഡയറക്റ്റ് പ്രോസസ്സറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം അതുകൊണ്ട് ഫാസ്റ്റ് പ്രോസസ്സിംഗ് സെക്ഷൻസ് ഫുള്ളും നോർത്ത് ബ്രിഡ്ജിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ VGA ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് നോർത്ത് ബ്രിഡ്ജിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ AGP ഗ്രാഫിക്സിൻ്റെ സ്ലോട്ട്, അതില്ലെങ്കിൽ PCI എക്സ്പ്രസ് സ്ലോട്ട് എന്ന് പറയും. AGP എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട് എന്നാണ്. അതായത് ഇപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ഡെഡിക്കേറ്റഡുള്ള ഒരു ഗ്രാഫിക്സ് IC ഇല്ല. അപ്പം നമുക്ക് ഗ്രാഫിക്സ് വേണം. മീൻസ് ഇപ്പം അഡ്വാൻസ്ഡ് എനിക്ക് ഒത്തിരി ഗ്രാഫിക്സ് സപ്പോർട്ടായിട്ടുള്ള ഗെയിംസ് വേണം, അതല്ലെങ്കിൽ CAD പോലത്തെ ഗ്രാഫിക്സ് റിലേറ്റഡുള്ള സോഫ്റ്റ്വെയർ റൺ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ AGP ഗ്രാഫിക്സ് പോർട്ടിൽ എനിക്ക് ഗ്രാഫിക്സ് കാർഡ് വാങ്ങാൻ കിട്ടും. ആ കാർഡ് വാങ്ങി ഇതിൽ നിങ്ങൾ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് ഈ AGP ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഗ്രാഫിക്സ് നിങ്ങൾക്ക് അതുവഴി ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് റാം സ്ലോട്ട്. നമുക്കെല്ലാം അറിയാം, നമ്മൾ റാം ഇൻസെർട്ട് ചെയ്യുന്നത് റാം സ്ലോട്ടിലാണ്. ഇതിന് ഡിം സ്ലോട്ട് എന്ന് പറയും. അപ്പം റാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അതിൽ മെമ്മറിയും റാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 റാം സ്ലോട്ടായിരിക്കുന്നത്. ചില സിസ്റ്റത്തിലൊക്കെ 4 റാം സ്ലോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ സ്പീഡായിട്ട് പ്രോസസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് റാം, VGA മീൻസ് ഡിസ്പ്ലേ ഔട്ട്പുട്ട്, പിന്നെ AGP ഗ്രാഫിക്സ് സ്ലോട്ട്, ഇതെല്ലാം നോർത്ത് ബ്രിഡ്ജിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന സെക്ഷൻസ്, അതായത് സ്ലോ പ്രോസസ്സിങ് സെക്ഷൻസ്, അപ്പോൾ സ്ലോ ആയിട്ട് പ്രോസസ്സ് ചെയ്യേണ്ട സെക്ഷൻസ് ഫുള്ളും സൗത്ത് ബ്രിഡ്ജാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് സീരിയൽ പോർട്ട്, അതായത് നമ്മളിപ്പം ഈ സീരിയൽ പോർട്ട് എന്ന് മാറി യൂസ് ചെയ്യാറില്ല, കോം പോർട്ട് എന്നും പറയും. മുമ്പത്തെ ഗെയിംസ് എല്ലാം ഈ സീരിയൽ പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും USB വഴിയായി ചെയ്യുന്നത്. USB വരുന്നതിന് മുമ്പ് എല്ലാം ഈ സീരിയൽ പോർട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേമാതിരി LPT, ഇതിന് LPT ഇല്ലെങ്കിൽ പ്രിൻ്റർ പോർട്ട് എന്ന് പറയും. പഴയ പാരലൽ പ്രിൻ്റർ ഉണ്ടല്ലോ, പ്രിൻ്റർ ഈ LPT ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിസ്റ്റത്തിലൊന്നും ഇത് വരാറില്ല. പിന്നെ വരുന്ന USB സൗത്ത് ബ്രിഡ്ജിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വന്ന നമ്മളെ ലാൻ്റെ കാർഡ്, ലാൻ്റെ കണക്ഷൻസ് ഫുള്ളും ഇതിലാണ് സൗത്ത് ബ്രിഡ്ജിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഓഡിയോ സെക്ഷൻ സൗത്ത് ബ്രിഡ്ജിലാണ് വരുന്നത്. പിന്നെ PCI സ്ലോട്ട്, അതായത് പെരിഫറൽ കണക്ട് ഇൻ്റർഫേസ് സ്ലോട്ട് എന്ന് പറയും. ഇതിന് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഈ PCI സ്ലോട്ട് എന്തിന് എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട്, ഇപ്പം ഇതിലൊരു വൈഫൈ ഇല്ല സിസ്റ്റത്തിൽ, ഡെസ്ക്ടോപ്പിന് സിസ്റ്റത്തിൽ പൊതുവെ വൈഫൈ ഉണ്ടാകാറില്ല. ഇപ്പം എനിക്കിപ്പോൾ ഒരു വൈഫൈ വേണമെങ്കിൽ എനിക്ക് ഈ വൈഫൈയുടെ കാർഡ് വാങ്ങി, അത് വയർലെസ് കാർഡ് വാങ്ങി എനിക്ക് PCI സ്ലോട്ടിൽ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ എനിക്ക് ഡിസ്പ്ലേ വേണമെങ്കിൽ എക്സ്റ്റേണൽ, എനിക്ക് ഗ്രാഫിക്സ് അല്ലാതെ എനിക്ക് ഈ AGPയിലും കണക്ട് ചെയ്യാം, PCIയിലും കണക്ട് ചെയ്യാം. പക്ഷേ
പി സിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ കുറവായിരിക്കും, ഫാസ്റ്റ് ഉണ്ടാവില്ല. AGP കുറച്ചുകൂടെ ഫാസ്റ്റ് ഉണ്ടാവും. പി സിയിലും ഈ ഗ്രാഫിക്സ് കണക്ട് ചെയ്യാം. പിന്നെ ലാൻ കാർഡ്, ഇപ്പം എനിക്കിപ്പം ലാൻ്റെ സെക്ഷൻസ് കംപ്ലൈൻ്റ് ആയി, ഇപ്പം എനിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു ലാൻ്റെ കാർഡ് വാങ്ങി കിട്ടും, ഒരു PCA കാർഡ്. PCA കാർഡ് വാങ്ങി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഈ ലാൻ അതുവഴി എടുക്കാം. അതായത് ആഡ്സ് ഓൺ കാർഡ്സ്, അതായത് ആഡ്സ് ഓൺ സ്ലോട്ട് എന്ന് പറയും, ഇതിന് വേറെ പേരും പറയുന്നത് ആഡ്സ് ഓൺ. അതായത് വേറെ എന്തെങ്കിലും സെക്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ PCA സ്ലോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സാട്ട എന്ന് ആക്ച്വലി പറയുന്നത് നമ്മളുടെ ഹാർഡ് ഡിസ്ക് പിന്നെ CD-ROM ഒക്കെ സാറ്റയിലാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ സാറ്റ കണക്ടർ. പിന്നെ വരുന്ന IDE, അതായത് ഈ സാറ്റയുടെ മുമ്പത്തെ പഴയ വെർഷനാണ് IDE. ഇതിന് വേറൊരു പേരുണ്ട് PATA, പാറ്റ എന്നും പറയും. ഈ IDE ഒന്നും ഇപ്പോൾ വരാറില്ല, ഞാൻ പിന്നെ ഇത് ജസ്റ്റ് ഇത് അറിയാൻ വേണ്ടി ഞാൻ കൊടുത്തതേ ഉള്ളൂ. സാറ്റയുടെ പഴയ വെർഷനാണ് IDE. പിന്നെ വരുന്ന പ്രോസസ്സറായി നോർത്ത് ബ്രിഡ്ജ് IC ആയി, സൗത്ത് ബ്രിഡ്ജ് IC ആയി. പിന്നെ നാലാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് IC ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് IC. അതായത് ഇതിനെ സൂപ്പർ IO എന്ന് പറയും, IOIC എന്നും പറയും. ഇത് ആക്ച്വലി ചിപ്സെറ്റ് അല്ല, ഇത് വന്നിട്ട് ഒരു IOയും കൺട്രോൾ ചെയ്യും. പിന്നെ വരുന്ന കുറച്ച് മെമ്മറി റിലേറ്റഡ് കംപ്ലൈൻസ്, മെമ്മറി അതായത് ബയോസും ഇതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന കുറച്ച് പവർ മാനേജ്മെൻറ്റ് രീതി, പവർ മാനേജ്മെൻറ്റ് കുറച്ച് ഇത് ചെയ്യുന്നുണ്ട്, ഈ IO കൺട്രോൾ IC ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ IO കൺട്രോളിൽ കണക്ട് ചെയ്തിരിക്കുന്നത് മൗസ്, അതായത് PS2 USB അല്ല, PS2 മൗസ് ഇതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. PS2 കീബോർഡ് IO എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ CPU ഫാന് IO കൺട്രോളിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഫാന് എപ്പോൾ സ്പിൻ ചെയ്യണം, എത്ര സ്പീഡിൽ സ്പിൻ ചെയ്യണം, സ്പീഡ് കമ്മിയായിട്ട് സ്പിൻ ചെയ്യണോ, ഫാസ്റ്റായിട്ട് സ്പിൻ ചെയ്യുന്നതെല്ലാം നിശ്ചയിക്കുന്നത് IO കൺട്രോൾ IC ആണ്. പിന്നെ വരുന്നത് ബയോസ്, സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ബയോസ്. ബയോസിനെ പറ്റി ഡീറ്റെയിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ബയോസിനെ പറ്റി അറിയാൻ പറ്റും. അപ്പോൾ ഈ ബയോസ് IO കൺട്രോളിലാണ് കണക്ട് ചെയ്യിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ചുരുക്കി ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറയാം. ഈ ഡെസ്ക്ടോപ്പിൽ 4 മെയിൻ ഇമ്പോർട്ടൻ്റ് ICs വരുന്നുണ്ട്. ഒന്ന് പ്രോസസ്സർ, പിന്നെ ഗ്രാഫിക്സ്, മെമ്മറി കൺട്രോളർ ഹബ്ബ് അല്ലെങ്കിൽ നോർത്ത് ബ്രിഡ്ജ് IC, IO കൺട്രോളർ ഹബ്ബ് അല്ലെങ്കിൽ സൗത്ത് ബ്രിഡ്ജ് IC, പിന്നെ IO കൺട്രോളർ IC. അപ്പം ഈ 4 ICയുടെ കൂടാതെ ക്ലോക്ക് ജനറേറ്റർ ഒന്ന് വരുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ക്ലോക്ക് ജനറേറ്റർ IC ഇതിൻ്റെ അവിടെ ഒരു ക്രിസ്റ്റലും ഉണ്ടാവും, ഒരു ക്ലോക്ക് ജനറേറ്റർ IC ഉണ്ടാവും. ബാക്കി ഈ സെക്ഷൻസിലുള്ള ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് ഈ സെക്ഷൻസ് എല്ലാം കൊടുക്കുന്ന ജോലിയാണ് ക്ലോക്ക് ജനറേറ്ററിനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി മദർ ബോർഡിൻ്റെ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നേരത്തെ ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചത്, ഞാൻ ഒരു ഡെസ്ക്ടോപ്പ് മദർ ബോർഡിൻ്റെ ഒരു ഡയഗ്രാമാണിത്. ഓക്കെ, ഇത് CPU സോക്കറ്റ്. ഞാൻ CPU ഇല്ല, അപ്പോൾ CPU സോക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ CPUയുടെ തൊട്ടടുത്തിരിക്കുന്ന നോർത്ത് ബ്രിഡ്ജിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ CPUയുടെ തൊട്ടടുത്ത് ഏത് IC ഉണ്ടോ അത് നോർത്ത് ബ്രിഡ്ജ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സൗത്ത് ബ്രിഡ്ജ് കുറച്ച് ചെറുതായിരിക്കും, അത് ഏറ്റവും താഴെയാണ് വരുന്നത്. ഏതെങ്കിലും മദർ ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും സൗത്ത് ബ്രിഡ്ജ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് നോർത്ത് ബ്രിഡ്ജ്, CPU സോക്കറ്റ്, പിന്നെ റാമിൻ്റെ സ്ലോട്ട്. ഇതിൽ മൊത്തം 4 റാം സ്ലോട്ട് വരുന്നുണ്ട്. ഇത് ഒരു 2 മൊഡ്യൂളും പിന്നെ ഇത് 2 മൊഡ്യൂളും. ഇത് വരുന്ന സാട്ട, ഈ ഹാർഡ് ഡിസ്ക് CD ഡ്രൈവെല്ലാം ഇതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിന്നെ ഇത് PCI, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞല്ലോ, PCI കാർഡ്, അത് ആഡ്സ് ഓൺ കാർഡ് ഇതിലാണ് കണക്ട് ചെയ്യുന്നത്. PCI ആക്ച്വലി PCI വൈറ്റ് കളറിലാണ് വരുന്നത്. PCIയുടെ നെക്സ്റ്റ് വേരിയേഷൻ, അത് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ട്, അത് PCI എക്സ്പ്രസ് എന്ന് പറയും. അതിന് ഞാൻ പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിലറിയാൻ പറ്റും. ഇതും PCI ആണ്, ഇത് PCI എക്സ്പ്രസ് 1 ആണ്. ഇതും PCI ആണ്, ഇത് PCI എക്സ്പ്രസ് 16 ആണ്. ഇത് PCI എക്സ്പ്രസും ഇതേപോലെ വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ AGP, ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ ഗ്രാഫിക്സ് ആഡ്സ് ഓൺ കൊടുക്കുന്നത്, ആഡ്സ് ഓൺ കാർഡ് സെലക്ട് ചെയ്യുന്നത്. അത് ഇതേപോലെ തന്നെ ആയിരിക്കും, പക്ഷേ കളർ കുറച്ച് ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കണക്ഷൻസ് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇത് PCI എക്സ്പ്രസ് 16 ആണ്, ഇത് PCI എക്സ്പ്രസ് 1, ഇത് സാധാരണ PCI ആണ്. പിന്നെ വരുന്നത് IOIC. ഈ ഇതാണ് IOIC. ഇത് മെയിനായിട്ട് IO പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, IO വന്നിട്ട് 4 സൈഡിലും ഇതിൻ്റെ പിൻ ഔട്ട്പുട്ട് ഉണ്ടാവും. മനസ്സിലായില്ലേ? കുറച്ച് വലിയ IC ആയിരിക്കും, സാധാരണ നമ്മൾ ചിപ്പ് സെറ്റിംഗാട്ടിലും ചെറുതായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ഈ പിൻ വരുന്ന ICs കാട്ടിലും വലുതായിരിക്കും IO.
അപ്പം IO 4 സൈഡും ICs ഉണ്ടാവും, കുറച്ച് വലുതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് IO കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് ബേസിക് കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ റാമിനെ പറ്റി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ആ വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ ഇത് വീഡിയോ ബേസിക് ആയിട്ട് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പറ്റി, ലാപ്ടോപ്പ് സർവീസിനെ പറ്റിയുള്ള എന്തെങ്കിലും ഇതിൽ വീഡിയോസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മാക്സിമം അത് ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. ഓക്കെ.